നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതാണ് ശാരദാമ്മേ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി. അങ്ങനെയുള്ള ദുരഭിമാനമൊക്കെ ഗോപാലേഷ എന്നേ മാറ്റിവെച്ച് ശാന്തേ. അല്ലെങ്കിൽ ഈ ഹോട്ടലിന്റെ കൗണ്ടറിലെന്നല്ല, ഈ വീട്ടിൽ തന്നെ. മതി പറഞ്ഞത്. ഇനി അതും പറഞ്ഞ് കണ്ണു നിറയ്ക്കുകയും മനസ്സ് വിഷമിപ്പിക്കുകയൊന്നും വേണ്ട. കൊള്ളാം, ഒരു സുഖമൊക്കെ ഉണ്ട് ഈ കസേര ഇരിക്കാൻ. നാടിനൊരു IAS സംഭാവന ചെയ്തത് നിന്റെ ഈ കസേരയിൽ നിന്നുള്ള അധ്വാനമല്ലേ ശാരദേ? പറയാൻ എളുപ്പോ ഗോപാലേട്ട, പക്ഷെ ഒരു നടുക്കടലിന് മീതെ ഇട്ടതുപോലെയാ ഈ കസേര. ചുറ്റും കാറും കോളും തിരകളും, ചില നേരത്ത് പേമാരിയും കടൽക്ഷോഭവും ഒക്കെ. തുഴഞ്ഞൊരു കര പറ്റിയത് എങ്ങനെയാന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. ചുമ്മാ വെറുപ്പിക്കല്ലേ രണ്ടാളും കൂടി. ഇമാതിരി നൊസ്റ്റാൾജിയൊന്നും സിനിമയെ കൂടി മാർക്കറ്റില്ല. എന്നാ പിന്നെ നീ പറ, എന്തു വേണോന്ന്. ഒന്നും വേണ്ട ശാരദാമ്മേ, ഗോപാലേട്ടൻ ഈ കൗണ്ടറിലിരുന്ന തിരക്കുള്ള സമയത്ത് എനിക്കൊരു സഹായമാവും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഞാനേ അകത്ത് ചെന്ന് കുറച്ച് പലഹാരം കൂടി ഉണ്ടാക്കാം. ശാന്ത, ഇതിന്റെയൊക്കെ വില എങ്ങനെയാ? ആ ഡ്രോയിൽ ഒരു ബുക്ക് കിടപ്പുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട് പുതിയ വിലയൊക്കെ. ഗോപാലേട്ട, ഏറ്റവും പുറകിലത്തെ പേജിലുണ്ട്. എക്സ്ക്യൂസ് മീ. വാ മോളെ. ഇതല്ലേ ഈ കുടുംബശ്രീ ഹോട്ടൽ? അതെ. കഴിക്കാൻ എന്താ ഉള്ളേ? കഴിക്കാനൊക്കെ എടുക്കാം. മോൾ ആരുടെ കൂടെയാ വന്നത്? അതെന്താ, ആരുടെയെങ്കിലും കൂടെ വന്നാലേ ഇവിടെ ഭക്ഷണം കിട്ടൂ? ഹേയ്, അങ്ങനെയൊന്നും ഇല്ല മോളെ. മേഡം അങ്ങോട്ടിരുന്നാട്ടെ. അവിടെയോ? സൗകര്യങ്ങളൊക്കെ കുറവാ, തൽക്കാലത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കഴിക്കാൻ എന്താ വേണ്ടേ? മെനു എവിടെ? മെനു എവിടെന്ന്? ഗോപാലേട്ട, ഈ കൊച്ചെന്തായി ചോദിക്കുന്നേ? ആരാ ഈ മനു? അത് മനു അല്ല ശാന്തേ, മെനു. മെനു ഈ വലിയ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണ ഇനങ്ങളുടെ പേരും വിലയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാർഡില്ലേ, അതിനായി ഈ മെനു എന്ന് പറയുന്നത്. ഓ, അതാണോ? അതൊന്നും ഇവിടെ ഇല്ല. എന്നാലും കൊച്ചിന് എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി, അതൊക്കെ ഉണ്ടാക്കി തരും. എന്ത് വേണോന്ന് പറഞ്ഞാലും ഉണ്ടാക്കി തരോ? ഇതേ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലാ. മോള് പറ, ഞങ്ങള് നോക്കട്ടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എന്നാലേ എനിക്ക് പുട്ട് വേണം. പുട്ടോ? അത് ഈസി അല്ലേ, മണി പോലെ ഉണ്ടാക്കി തരാം. മണി പോലത്തെ പുട്ടല്ല, തെങ്ങിന്റെ അത്ര നീളമുള്ള പുട്ട്. തെങ്ങിന്റെ അത്ര നീളമുള്ള പുട്ടോ? എനിക്കറിയില്ലേ. തെങ്ങിന്റെ അത്ര നീളമുള്ള പുട്ടോ? അതൊന്നും ഇവിടെ ഇല്ല. അതെന്താ? ഇത് തന്നെയല്ലേ ശാരദാമ്മയുടെ കുടുംബശ്രീ? ഒരാവശ്യമില്ലാതെ പിള്ളേരോടൊക്കെ കോർക്കാൻ പോയിട്ട്. മോള് തമാശ പറഞ്ഞതായിരിക്കും അല്ലേ? തമാശ ഒന്നുമല്ല മോളെ. നല്ല അസല് പുട്ടും കടലക്കറിയും കിട്ടും. തെങ്ങിന്റെ അത്രയൊന്നും നീളമില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചുട്ട പാലപ്പവും സ്റ്റൂവും എടുക്കാം.
അതും അല്ലെങ്കിൽ മസാല ദോശയോ നെയ്റോസ്റ്റോ. എനിക്ക് തെങ്ങിന്റെ അത്രയും നീളമുള്ള പുട്ട് തന്നെ വേണം. അല്ലെങ്കിൽ വിളിക്ക് ശാരദാമ്മേ, കുടുംബശ്രീയിലെ ശാരദാമ്മേ. തെങ്ങിന്റെ അത്രയും നീളമുള്ള പുട്ടോ? അതേ ശാരദാമ്മേ, നമ്മളെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി ആരും ആ കൊച്ചിനെ പറഞ്ഞു വിട്ടതാ. ഇതില് കുഴപ്പിക്കലൊന്നും ഇല്ല ശാന്തേ. നമുക്ക് അവള് ചോദിച്ചു തന്നെ കൊടുക്കാം. എന്ത്? തെങ്ങിന്റെ അത്ര നീളമുള്ള പുട്ടോ? അതേന്ന്. നീ വാ. ചായ റെഡി. ഇതല്ലേ മോള് ചോദിച്ചത്? അതെങ്ങനെയാ ശരിയാവുക? തെങ്ങിന്റെ അത്ര നീളമുള്ള പുട്ടല്ലേ കൊച്ചു ചോദിച്ചത്? ഇത് വേറെ നൂൽപുട്ടല്ലേ? എന്റെ പൊന്നു ശാന്തേ, ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കിടയിലുള്ള ഓരോ കടങ്കഥകളാ. ഈ നൂൽപുട്ടിലെ നൂലിങ്ങനെ ചുറ്റി വളഞ്ഞു കിടക്കുകയല്ലേ, അത് ഒരുമിച്ച് നിവർത്തി വെച്ച ഒരു തെങ്ങിന്റെ അത്ര നീളം വരുമെന്നാ കുഞ്ഞുങ്ങളുടെ യുക്തി. അതുകൊണ്ടാ അവര് നൂൽപുട്ടിനെ തെങ്ങിന്റെ അത്ര നീളമുള്ള പുട്ടെന്ന് പറയുന്നത്. അല്ലടി കാന്താരി. അമ്പടി ഭയങ്കരി. ഗോപാലേട്ടാ, ഹോട്ടൽ നടത്തുമ്പോഴേ ഇങ്ങനെ ചില ചെപ്പടി വിദ്യകളൊക്കെ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ വരുന്നവരുടെ മുന്നിൽ നമ്മൾ നാണം കെടും. അത് നൂൽപുട്ടാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ. ഞാനത് ശാന്തയോട് പറഞ്ഞതുവാ. ഈ ശാന്തയ്ക്ക് ഒരു ശ്രദ്ധയില്ലെന്നേ. പൊന്നു ഗോപാലേട്ടാ, ഈ കൊച്ചിനെ കടത്തി വിട്ടുമല്ലോ നിങ്ങള്. എന്നാൽ ഈ പ്രായത്തിൽ ഇവള് ഒറ്റയ്ക്ക് ശാരദാമ്മയുടെ കുടുംബശ്രീയിൽ വന്നേ തെങ്ങിന്റെ അത്ര നീളമുള്ള പുട്ട് ചോദിക്കണമെങ്കിൽ ആളത്ര നിസ്സാരക്കാരിയൊന്നും അല്ല. പപ്പി. ഹായ് സത്യേ. മോളെ, ഇതാണ് ശാരദാമ്മേ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.